ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒളപ്പമണ്ണ മനയിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണാൻ പോകുന്നത്. അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ മന കാണാനുള്ള അവസരം അറേഞ്ച് ചെയ്ത് തന്നത് എൻ്റെ ഫ്രണ്ട് മനു ആയിരുന്നു. പാലക്കാട് ജില്ലയിലെ വെള്ളിനഴി എന്ന ഗ്രാമത്തിലാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത്. മനയിലേക്ക് എൻട്രി ചെയ്യണതിൻ്റെ തൊട്ടു മുന്നേ വലതുവശത്തായിട്ട് മനോഹരമായ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അങ്ങനെ മനയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി രാജൻ ചേട്ടൻ വന്ന് ഗേറ്റ് തുറന്നു തന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു മനയാണ് കേട്ടോ ഇത്. റീസെൻ്റ്ലി ഷൂട്ട് ചെയ്തത് മമ്മൂട്ടി അഭിനയിച്ച ഭ്രമയുഗം എന്ന മൂവിയായിരുന്നു. അതിൻ്റെ സെറ്റാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. എന്തായാലും മനയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് രാജൻ ചേട്ടനിൽ നിന്ന് തന്നെ കേട്ടറിയാം. നരസിംഹൻ, ദ്രോണ, നിവേദ്യം, എന്നതിന്റെ പേര് ഡയമണ്ട് നെക്ലസ്, നരൻ, മാടമ്പി, രാപ്പകല്, ഇതെല്ലാ പടം ഉണ്ടല്ലോ. ഈ മനയിൽ വെച്ച് ഷൂട്ട് ചെയ്ത മൂവികളുടെ പേരായിരുന്നു കേട്ടോ രാജൻ ചേട്ടനാ പറഞ്ഞു തന്നിരുന്നത്. അത് മാസം 7-8 പാട്ടുണ്ടാവും എല്ലാ മാസം. ഇപ്പൊ 16 ഒരു പാട്ടുണ്ടാവും ഈ മാസം. ഇവിടെ അയ്യപ്പനാണ്, മുല്ലത്തറ അയ്യപ്പൻ. 8 കെട്ട് മനയാണ്. 600 കൊല്ലം പഴക്കാണ് മനയ്ക്ക്. ഭഗവതി വന്നിട്ട് 300 കൊല്ലം കഴിഞ്ഞു. ഈ ഭഗവതി അതിൻ്റെ ഉള്ളിൽ അങ്ങാടിപ്പുറം തിരുമാസം വന്നാൽ അമ്മയാണ്. ശരിയാ. ഇത് മത്സ്യ പറയും. കാരണം പണ്ട് കാലത്ത് അവരുടെ ഈ സൂക്ഷിപ്പും ഇപ്പോഴും തന്നെയാണ്. ഈ 2 ഡോർ ഇതിനകത്താണ്, ഹാളിലാണ്. ഇത്രയും വലുതാണ്. അത്രയും നീളമുണ്ടല്ലേ ഇത്? ഇതുവരെയൊക്കെ ഉണ്ട്. ഇവിടെ അയ്യപ്പൻ, മുല്ലത്തറ അയ്യപ്പൻ. ഇവിടെ ഫോട്ടോ എടുക്കില്ല. അതായത് ഭഗവതി കയറി നടച്ച വാതിലെ പേര് പോകില്ല അവിടേക്കുള്ള. അതുപോലെ ഇവിടെ ഷൂട്ടിങ്ങിന് കൊടുക്കില്ല. ഈ വാതിൽ തുറന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പണ്ട് മോഹൻലാലിന്റെ വാനപ്രസ്ഥ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് ലൊക്കേഷനിൽ നമ്പൂതിരി ഉണ്ടായിരുന്നു. അതിനൊന്നും അറിയില്ല. അത് പുറത്ത് കൊണ്ട് ഓരോ മുങ്ങി വന്ന് ഈ വാതിൽ തുറന്നു. അരമണിക്കൂറിൻ്റെ ഈ കാലിവിടെ പൊട്ടി കമ്പാട്ടോടൊക്കെ പ്രാസിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ രാത്രി പറഞ്ഞു റെയിലിന്റെ മുകളിൽ വേണം ക്യാമറ കൊണ്ടുപോകും. അപ്പൊ ബഹുദൂരം നേരങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞാൽ അത് കൂട്ടാക്കില്ല. ക്യാമറയും കൊണ്ട് അവിടെ കൂടി ചൂടുണ്ടാക്കുന്ന ഈ അടുപ്പിലാണ്. അത് അന്നത്തെ കാലത്ത് ഭക്ഷണമൊക്കെ ഇത് അടക്കി വെച്ചു കൊടുക്കുകയാണ് ആ റൂമിലേക്ക്. കാരണം തമ്മില് കാണില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ സ്ത്രീകൾ മുട്ടുമ്പോഴേ കഴിയും. ഭക്ഷണമായി അവർക്ക് അവിടെ വെച്ചുകൊടുക്കും, ഭക്ഷണം കഴിക്കും. അപ്പുറത്തേക്ക് കൊടുക്കും. അതെ, ഇപ്പൊ പിന്നെ ഒന്നുമില്ല. അതൊന്നും നമുക്ക് ഉള്ളു വരാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോ അവര് പുറത്ത് നമ്മളെ അകത്തായി മാറ്റുന്നു. അതുപോലെ സ്കൂൾ വിട്ട് വന്ന കുട്ടികൾക്ക് ഒരു ഭക്ഷണമുണ്ട്. ഒരു ഉരുള കൊടുക്കുക, ഉരുള. അത് ഒരുപാട് എന്തെല്ലാം വ്യൂഹം പെട്ടുണ്ടാക്കിയാൽ മൊത്തം കൂട്ടിക്കുഴച്ച് ഓരോ ഉരുളയാണ്. അപ്പൊ സ്കൂളിൽ വരുമ്പോഴേക്ക് ബാക്കിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികൾ അതിലേ വരും. ഓരോ ഉരുളയും ഉരുള ചുക്കുള്ളൂ. അത് കുറിച്ച് എമ്പക്കം വിട്ടാൽ തമ്മിലേക്ക് സന്തോഷമായി. ഒരാൾക്ക് ഒരു ഉരുള കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നാഴി അരി എടുത്തു കൊടുക്കും.
അതുകൊണ്ട് കല്ലിച്ച് കൊടുത്തിട്ട് സ്കൂൾ പറഞ്ഞു. സ്കൂളൊക്കെ അവരുടെയാണല്ലോ, ഇപ്പൊ അവരുടെയാണല്ലോ, വേറെ വേറെ ഒന്നുമില്ലോ. അപ്പൊ സർക്കാരിന് കൊടുക്കും. അപ്പൊ അത് വളരെ തിരക്കാണ്. അതാണ് താല്പര്യം എടുക്കുക. ഭയങ്കരേ ഇതാണ് നമ്മുടെ താല്പര്യക്ക് പായസം വയ്ക്കാലോ. ഇതിപ്പോഴും യൂസ് ചെയ്യാറുണ്ട് താല്പര്യം. 25 എടുക്കും. ഇതിൽ 101 നാഴി 100 കിലോ ശർക്കര, 250 നാണയത്തിന്റെ പാലും, 70 കദളിപ്പഴം, 1/4 കൂട്ട് സരസം. അത് കഴിച്ചാൽ ഇതിപ്പോ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടല്ലേ. ഇത് പുരുഷന്മാര് വെള്ളം കോരണം. ഇതെന്താണ് 6-ാം തമ്പുരാൻ, മഞ്ജുവാര് വെള്ളം കോരുന്നത് എന്നാണ് 6-ാം തമ്പുരാൻ. അല്ല അപ്പൊ അത് അപ്പുറത്തുനല്ലേ പറ്റുള്ളൂ. ഇവിടെ ഇവിടെ മുപ്പത്തിയേർക്ക് പോരാ, അത് പോരാലോ. ഷൂട്ടിങ്ങല്ലേ, പൈസ കിട്ടല്ലേ. അല്ല ഞങ്ങള് ആണുങ്ങൾക്ക് അല്ല ഷൂട്ടിങ്ങിന് അല്ല, പണ്ട് കാലത്ത് പുരുഷന്മാർ മാത്രം ഇവിടെ ഉപയോഗിക്കും. ഇപ്പൊ കാലങ്ങൾ മാറിയില്ലേ, വരുമ്പോ ചെയ്യണ പണിയാ. അല്ല ഇപ്പൊ ആകെ മാറിയില്ലേ. എല്ലാ കൊല്ലം ഭക്ഷണം കഴിക്കാൻ അന്നത്തെ കാലത്ത് പലകെട്ടിട്ടായിരിക്കാം. പണ്ട് കാലത്ത് പലകെട്ടിരിക്കുമ്പോ 90 അളക്കിരിക്കാം. മേശയും കസാലാകുമ്പോ 60 അളക്കേ പറ്റും. ഇപ്പൊ മേശയും കസാലയും വേണോ. അന്നൊക്കെ പല അവളപ്പലയെ പിന്നിട്ടാണ് മൂടിയിട്ട് ആ കാലത്ത്. ഞാനിവിടെ 50 കൊല്ലായിരുന്നു. ഇപ്പൊ നോക്കി കിടക്കുന്നു. മനസ്സിലായോ? അല്ല അതിനിപ്പോ വേറെ അന്നൊക്കെ നമ്പൂരാന്റെ കാര്യന്മാരെ ഇവിടെ കൊട്ട് പഠിപ്പിക്കേണ്ട, പാട്ട് പഠിപ്പിക്കേണ്ട, കഥകളിയുണ്ട്, നന്നായിട്ടുണ്ട്. കാരണം ഇവിടേക്ക് പ്രതിഫലമൊന്നുമില്ല. അത് ഫ്രീയാണ്. ആ കുട്ടികളും വലിയ കട്ടയാണ്. ഇപ്പൊ അത് ഞങ്ങൾ ചെറുതാക്കിയതാ. ഈ വലിയ കട്ട 3 എണ്ണമാണ് അതിനകത്ത്. അപ്പൊ ഈ ജനസഞ്ചാരം നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് അകലേക്ക് ഇതിന്റെ സൗണ്ട് വെക്കില്ല. കട്ട കട്ട കട്ടാന്ന്. ആ മനുഷ്യർ വെള്ളം കൂടി നേരം എടുത്തു. അപ്പൊ ഈ തുടിക്കൽ ഐതിഹ്യം അതാണ്. കാരണം അന്നത്തെ കാലത്ത് സൂര്യനെ നോക്കിയിട്ടില്ലേ നാളിലെ പണിക്കാർ പാടത്ത് കറക്റ്റ് ടൈമാ നാളിൽ നോക്കിട്ട് വരും. നമ്മുടെ പറമ്പൂരിന്റെ കാര്യം ജഡായു രാമത്തമ്പര തരകണ്ടായിരുന്നു പാടത്ത് പണിക്ക്. അദ്ദേഹം പാറമ്പൂരിയുടെ വരെയാണ്. അപ്പൊ ഇവിടെ പോകാൻ വിശന്നിട്ടാ മേപ്പെട്ട് നോക്കി നിൽക്കാം. ഇത് കണ്ടുകൊണ്ട് പാറമ്പൂരി വന്നു. അപ്പൊ എന്താ പാറമ്പൂരി പറഞ്ഞത്? ജഡായി ഒരു കല്ലെടുത്ത് എറിഞ്ഞോ പറഞ്ഞ വേണം നീങ്ങുമല്ലോ, കളിയാക്കിയതാണ്. അപ്പൊ അത് വിശന്നിട്ടാണ്. അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ തറവാട്ടുകളിലൊക്കെ ഉണ്ടാവും കുറെ. അത് മാറാല തട്ടാത്തറിയോ? ഇവർക്ക് സിനിമക്കാർക്ക് കുറെ പഴയ മാറാല വേണം. മുഴുവൻ തട്ടിക്കഴിഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾ ചൂട് മാത്രമേ വൃത്തിയാക്കും. ഒരു 2 മാസം കൂടുമ്പോ ക്ലീൻ ചെയ്യും. ഇനി നവംബറിൽ മോഹൻലാലിന്റെ 15 ദിവസം പടം ഷൂട്ടിംഗ് ഉണ്ട്. പുതിയ പടമാണ്. 15 ദിവസം. അതിന് പേടിക്കുന്ന ആദ്യം തന്നെയുള്ള കുറവ്. ആത്മാക്കൾ വരുന്ന അത് പല്ലക്ക് പണ്ടത്തെ ആ കുട്ടിയെ പല്ലക്കിൽ എടുക്കും. എവിടെ കുട്ടി? കൂടെ ഇരുന്നിട്ട് കൊണ്ടുപോയില്ലേ തമ്പുരാട്ടികളെ? തലങ്ങടെ പുറത്തേക്ക് അങ്ങനെ ഒരു ഭാഗ്യാണ് കേട്ടാ. അതേപോലെ ഇവിടെ പറവാട്ടിൽ ആര് കഴിച്ചാലും ഇവിടെ കൊണ്ടുവരും. ലാസ്റ്റ് മഹാഭാവി ഉറപ്പാണ്. ബഹുമതിയോട് കൂടെയാണ് സംസ്കാരം ഉണ്ടായത്. എന്താ വെച്ചാൽ ഈ വാതിൽ തുറക്കും. ഇങ്ങനെ കിടത്താൻ പറ്റില്ല അതിൽ. കാരണം അവിടെ ക്ഷേത്രം. അപ്പൊ നമ്മൾ ആ വാതിലും തുറക്കും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ കുളമുണ്ട്. കുളത്തിന്റെ അവിടെയാണ് എല്ലാം. ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുക, എല്ലാം ഉപയോഗിക്കും. പക്ഷെ ഇതാണ് നമ്മുടെ കിഴക്കിനിയിലാണ്. നമ്മളൊക്കെ വടക്ക് ഭാഗത്തല്ലേ, പഠിക്കുക ഭാഗത്തല്ലേ, ഇവര് കിഴക്കിനിയിലാണ്. അങ്ങനെയാണ്. ഇവർക്ക് മാറ്റമുണ്ട്. നമ്മള് വടക്ക് ഭാഗത്താണ്, ഇവര് കിഴക്ക് ഭാഗത്ത്. അപ്പൊ മഹാകവി മരിക്കുന്നവരെ ഞാൻ മൈത്രേ ഈ കവിക്ക് ഞാനാണ് എണ്ണ കാച്ചി കൊടുത്തിരുന്നത്. തലയ്ക്കുള്ള എണ്ണ.
മരിക്കുന്നവരേക്ക് ഞാനാണ്. കാരണം മരിച്ചു കഴിഞ്ഞിട്ട് 1.5 കുപ്പി എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. നമ്മുടെ കേരള വധീശാല ഉണ്ടായിരുന്നില്ലേ, അന്ന് തുടങ്ങിയതാണ്. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് എണ്ണ ഉണ്ടായിരുന്നു ബാക്കി. ഇല്ല, ഇപ്പൊ ഇല്ല. അല്ല, അന്നത്തെ കാലം. അപ്പൊ ഇപ്പോഴും ഒരു ഫാമിലി തുടങ്ങാൻ വരും. എല്ലാം കുറച്ച് പഴയ സാധനങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് മാത്രം, ആർക്ക് കാണിച്ചു കൊടുക്കില്ല. റൂമിലാണ് പണ്ട് കാലത്ത് മരത്തിലുള്ളതാണ്. ഇത് പേനി റബ്ബറും വയ്ക്കണത് ശരിയാ. പണ്ട് കാലത്ത് ഇത് മരിക്കപ്ലാന്റെ വേര് ഒക്കെ മരികയാണ്. പണ്ട് കാലത്ത് കൂട്ടാൻ മുക്കിയതാണ്. ഇതുകൊണ്ട് പാത്രം കൂട്ടാൻ മുക്കിയ 3 ആൾക്കുള്ളൂ. 1 തൊട്ട് മുക്കിയ 12 ആൾ 20 ആൾ കഴിച്ചു. അന്ന് ഭക്ഷണം മാത്രമേ ഉള്ളേ. അവിടെ മുക്ക ഒഴിച്ചു കൊടുക്കാണേ. 3 ആൾക്കാണത്. ഇതൊക്കെ വേറെ കേട്ടോ, കടിയല്ല. ഭക്ഷണം കഴിക്കും. എണ്ണ പലകള ഇപ്പൊ നിങ്ങൾ മണ്ണ വിചാരിക്കില്ലേ, ഇതൊക്കെ വെറും വേറിന്റെ ഇതാണ്. ഇതാണ് വെങ്കലം. വെങ്കല മുതലൊക്കെ കിട്ടിയാറുണ്ട്. വെങ്കലപ്പാനി റോഡിനേക്കാൾ ഭയങ്കര അതിലെല്ലാം കൂടുണ്ട്. ഇത് മൊന്ത. സൗണ്ട് ഡിഫറൻസ് അല്ലേ? ഇത് ഭക്ഷണത്തിന് ഇഷ്ടം ഇതറിയില്ലേ? എന്താ അത് ശരി. ഇതൊരു പേരുണ്ടല്ലോ. മരുന്ന് കഴിക്കാത്ത സാധനം ഉണ്ട് നമുക്ക് ചെറുതായിട്ട്. ഗോകർണം. അതിന്റെ വലുത് ഗോമുഖി. മറ്റു ഗോകർണം. ഇതൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. മൃദംഗത്തിനെ പറ്റി ഇതാണ് അവിടെ പറയാൻ പറഞ്ഞ. ഇരുന്ന് ഊണയൊക്കെ ഒരു മനുഷ്യന്റെ രൂപല്ലേ, ചെവിയൊക്കെ ഇല്ലേ, 2 ചെവി. ഇതിനിപ്പോ പൂജയ്ക്ക് എടുക്കുന്നതാണ്. ഊണയിക്കാൻ പണ്ടതാണ്. പൂജയ്ക്ക് ഇപ്പം തന്നെയാണ്. ഊണയിക്കാൻ പണ്ടതാണ്. ഒരു 175 നട്ടം പുറത്തുണ്ട്. കുറച്ചുകൂടെ കാണാൻ വെച്ചാണ്. അത് പേര് അല്ല, പിന്നെ പണ്ടത്തെ കുറെ പെട്ടികളെ പെട്ടകം എല്ലാം ഈ പേപ്പറൊക്കെ വെക്കാനുള്ള ഞാൻ പല ഐറ്റം. ഇതാണ് കൂട്ടുള്ള പണ്ടല്ല. ഇല്ലെങ്കിൽ OMC ഉണ്ടാവും. ഇതിലെ കാപ്പിടി ചേർന്ന എല്ലാവരും, വേറെ ഒന്നുമില്ല. ഇതൊരു കട്ടിലാണ്. മടക്കി കഴിഞ്ഞാൽ അടയ്ക്കാം, മടക്കി കഴിഞ്ഞാൽ ഇരിക്കാം. ചീർപ്പ് ഇങ്ങനെ ഇടാക്കിയിട്ട് അടച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇത് പണ്ട് കാലത്ത് ഭക്ഷണം കഴിഞ്ഞാൽ മുറുക്കാൻ കൊടുത്തിരുന്ന റൂമാണ്. ആൾക്കാരൊക്കെ ഒരു വർഷം വെറ്റില, അല്ല ഒരു വർഷം പുകല, വെറ്റില അടയ്ക്കാൻ കഴിഞ്ഞ് ജനൽ കൂടെ വരും. ജനൽ മാറ്റിയതാണ്. അപ്പൊ അത് ഊണ് കഴിഞ്ഞാൽ അതിൽ കൂടെ വരും, അത് കൊടുക്കും. അത് കഴിഞ്ഞാൽ കാര്യത്തിലൂടെ കിടക്കാം സുഖമായിട്ട്. ഇത് ഇവിടുത്തെ കോമരത്തിന്റെ, ഇത് ഇവിടുന്ന് കൊടുത്ത വാളാണ്. അയാൾ മരണപ്പെട്ടു. അപ്പൊ ഈ വാള് ഇവിടെ വെച്ചാണ്. ഇപ്പൊ തന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവരിക. അതിന് ചെലമ്പാതായിരിക്കണം, അല്ല അരമണി. ചിലർക്ക് പണ്ടത്തെ റാത്തലും. പിന്നെ ഇത് സേവ. ചാക്ക് വരും. ഒരാള് മാവിട്ടെടുക്കും, ഒരാള് തിരിഞ്ഞ ചാക്കില്. വേറെ കുറച്ചൊന്നും പോരല്ലോ. ഇത് ചീനവരണി. ഇതിന് വൈദ്യുതൊക്കെ മരുന്ന് സ്ഫോടനം ചെയ്യാനൊക്കെ ഉള്ള ചീനവരണി. ഇത് പിന്നെ സാക്ഷാൽ നമ്മുടെ ഭരണി. അതന്നെ രാത്രി 10 കിലോ പണ്ടത്തെ 10 കിലോ 5 കിലോ അതും കഴിച്ചതന്നെയാണ് പണ്ടത്തെ. ഏത് കാലത്ത് ഇതൊക്കെ ചിട്ടാ ഒന്നും കാണാൻ പാടില്ല ഇപ്പൊ. തൂക്കക്കെട്ടികളെ ഇത് നല്ല കഴിച്ചിട്ടുണ്ടാവൂലേ? റാത്തലാണെന്നൊക്കെ രാത്രിക്കണം കേട്ടോ. ബക്കറ്റ് വേണ്ട, മുട്ട വളർന്ന ബക്കറ്റ് നെയ്തൊക്കെ നല്ലെണ്ണ. അതെന്താ സാധനം? മണ്ണ നല്ലെണ്ണ ഒഴിച്ചേക്കുള്ള ആറ്റിക്കൂടെ നല്ലെണ്ണ. മണ്ണ മണ്ണെടുത്ത് വെഞ്ഞു വെച്ചാണ്. മണ്ണ അരിഷ്ടം കെട്ടിയേക്കണ പോലെ അല്ല, നല്ലെണ്ണ. അതല്ലേ ഇവരൊക്കെ ചെയ്യണത്. ഈ അരിഷ്ടം കെട്ടിയേക്കല്ലോ. അങ്ങനെയല്ല,
വലിഞ്ഞു കഴിഞ്ഞിട്ട് മണ്ണിൽ കുത്തിയേക്കും. അത് മണ്ണിലെ വെക്കുക, ഇതില്ല. ഇത് വലിയ ചെയ്യും. ഇല്ല, അതെ, അതില്ല, അതിനകത്തില്ല. എന്താ സൗണ്ടില് ഈ വാതിൽ തുറക്കും. മൂപ്പര് പറഞ്ഞിട്ടെ രാജേട്ടൻ വാതിൽ തുറക്കും. ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെ. ഞാൻ ട്രൈ ചെയ്യട്ടെ. മനം പിടിച്ചേ, ഞാൻ ട്രൈ ചെയ്തോട്ടെ. അല്ല തുറന്നോട്ടെ, എന്താ ഏറ്റവും വഴിയുണ്ട് തുറക്കാനേ. തുറക്കുവോ? അതാ നമ്മളെ ആ 5-6 കൊല്ലം ചെയ്യാൻ പഠിക്കത്തോളം. ഇത് മനയിലെ കുളത്തിലേക്കുള്ള വഴിയായിരുന്നു. ചങ്ങായി മുങ്ങിന് ഒരു കയ്യുന്ന ഏലസ ഇങ്ങനെ പോയി ഞാൻ നമുക്ക് നിൽക്കുക. ഇതിലെതിരെ വരും മോട്ടർ അടിയിൽ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 പേരത്തിൽ വെള്ളം അങ്ങനെ തളച്ചു കൊണ്ടുക. അപ്പൊ ഇവരിങ്ങനെ മുങ്ങി സോഫ്റ്റ് ആയിട്ട് നല്ല മീനിട്ട് നിറച്ചതില്ലേ, മീനും നെർക്കോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് വന്ന് ഇങ്ങനെ കയറിയിട്ടാണ് കൊന്ത. 2ാം ഭാഗം വിജയിച്ചിട്ട് വരെ. ആകാശഗംഗ മൂവിയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ചാണ് കേട്ടോ രാജേട്ടൻ പറയുന്നത്. ഫോട്ടോ എടുക്കാം. ഈ ഒരു മന ഇങ്ങനെ നമുക്ക് മാത്രമായി തുറന്നു കാണാൻ കിട്ടിയ ഒരു അവസരം ശരിക്കും ഒരു ഭാഗ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.